അടുത്ത കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഓക്സിഡേഷനാണ്. ആൽക്കഹോളിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ആൽക്കഹോളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ the oxidation involves the formation of carbon oxygen double bond by breaking or the cleavage of OH and CH bond. അതായത് ഏതെങ്കിലും ഒരു ആൽക്കഹോളിന് ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ സി ഡബിൾ ബോണ്ട് ഒ ബോണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? OH ബോണ്ടും അതുപോലെ തന്നെ CH ബോണ്ടും ക്ലീവ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാൻ നമുക്കൊരു ആൽക്കഹോൾ എടുക്കാം. ഇവിടെ ഈ ആൽക്കഹോളിൽ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ OH ബോണ്ട് ക്ലീവ് ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ CH ബോണ്ടും ക്ലീവ് ചെയ്യുന്നു. അതായത് 1H2 ഈസ് എലിമിനേറ്റഡ്. പിന്നീട് ആൽക്കഹോളിലുള്ള CO എന്നുള്ളത് C ഡബിൾ ബോണ്ട് O ആയിട്ട് മാറുന്നു. അതിനാൽ തന്നെ ആൽക്കഹോൾസിന് ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോളിൽ മാറ്റം സംഭവിച്ച് C ഡബിൾ ബോണ്ട് O ആയിട്ട് മാറുക എന്നാണ് അർത്ഥം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂള് റിമൂവ് ചെയ്യപ്പെടുന്നു. ഹൈഡ്രജൻ മോളിക്യൂൾ റിമൂവ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ഓക്സിഡേഷനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ. അതായത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നില്ലെങ്കിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ് അല്ലേ. ഇവിടെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം റിയാക്ഷനുകളെ ഡീഹൈഡ്രോജനേഷൻ എന്നാണ് വിളിക്കുക. കാരണം എന്താണ്? ആൽക്കഹോൾസിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ 1 മോളിക്യൂൾ ഓഫ് ഡൈഹൈഡ്രജൻ ഈസ് ഗെറ്റിംഗ് ലോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത്തരം റിയാക്ഷനുകളെ ഡീഹൈഡ്രോജനേഷൻ എന്നും വിളിക്കുന്നു. ആൽക്കഹോളിൻ്റെ ഓക്സിഡേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം ആൽക്കഹോളുകൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ചുകൊണ്ട് ആൽഡിഹൈഡ് ഉണ്ടാകുന്നു. അതുപോലെ ഈ ആൽഡിഹൈഡിന് വീണ്ടും ഓക്സിഡേഷൻ സംഭവിച്ചുകൊണ്ട് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് ആൽക്കഹോൾ ഓൺ ഓക്സിഡേഷൻ ടു ഫോം ആൽഡിഹൈഡ്, ആൽഡിഹൈഡ് ഓൺ ഫർദർ ഓക്സിഡേഷൻ ഫോം കാർബോക്സിലിക് ആസിഡ്. ഇവിടെ കെമിക്കൽ ഫോർമുല എന്ന് ശ്രദ്ധിച്ച് നോക്കൂ. RCH2OH എന്ന ആൽക്കഹോളിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ CO ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. മാത്രവുമല്ല H2 ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ കോമ്പൗണ്ടാണ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ CHO ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഒരു കോമ്പൗണ്ടാണ് ആൽഡിഹൈഡ്, CHO. ഈ ആൽഡിഹൈഡിന് വീണ്ടും ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഇവിടെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്. അപ്പോൾ RCHO എന്നതിലേക്ക് 2 ഓക്സിജൻ കൂടെ ആഡ് ചെയ്യപ്പെടുമ്പോൾ RCOOH അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഓരോ ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ആൽഡിഹൈഡ്സിൻ്റെയും കാർബോക്സിലിക് ആസിഡിൻ്റെയും ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ഓക്സിഡൈസിങ് ഏജൻറ്റ് മാറുന്നതിനനുസരിച്ചിട്ടും ആൽക്കഹോളിൻ്റെ ഓക്സിഡേഷനിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ നടത്തുന്നതിന് വ്യത്യസ്ത തരത്തിലുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അല്ലെങ്കിൽ അസിഡിഫൈഡ് KMnO4. അസിഡിഫൈഡ് KMnO4 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് തന്നെ ആൽക്കഹോളിനെ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുന്നതിന് ഈ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ആൽക്കഹോൾസിന് ഓക്സിഡേഷൻ സംഭവിച്ച് ആൽഡിഹൈഡ് ഉണ്ടാകുന്നു. ആൽഡിഹൈഡിന് വീണ്ടും ഓക്സിഡേഷൻ സംഭവിച്ചിട്ടാണ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള അസിഡിഫൈഡ് KMnO4 ഉപയോഗിക്കുക വഴി ഡയറക്റ്റായിട്ട് ആൽക്കഹോൾസിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുന്നതിന് സഹായകമാണ്. So we can say that in the presence of acidified KMnO4, alcohol on oxidation gives carboxylic acid. ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നതിന് വേണ്ടി സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓക്സിഡൈസിങ് ഏജൻ്റാണ് അൺഹൈഡ്രസ് CrO3, അതായത് അൺഹൈഡ്രസ് ക്രോമിയം ട്രൈ ഓക്സൈഡ്. ക്രോമിയം ട്രൈ ഓക്സൈഡ് അൺഹൈഡ്രസ് ആയിട്ടിരിക്കുമ്പോൾ, അതായത് വാട്ടറിൻ്റെ പ്രസൻസ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇത് ഒരു നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ആൽക്കഹോളിനെ വളരെ പെട്ടെന്ന് തന്നെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നതിന് ഉപയോഗിക്കാവുന്ന ഒരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം RCH2OH എന്ന ആൽക്കഹോള് CrO3 എന്ന
ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ ഡയറക്റ്റ്ലി ആൽഡിഹൈഡായിട്ട് മാറുന്നു. ഇവിടെ ആൽഡിഹൈഡായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആൽക്കഹോളിൽ നിന്നും ഒരു H2 എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ നടത്താൻ പറ്റിയ മറ്റൊരു ഓക്സിഡൈസിങ് ഏജൻറ്റിനെ പരിചയപ്പെടാം. അടുത്തൊരു ഓക്സിഡൈസിങ് ഏജൻ്റാണ് പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് അല്ലെങ്കിൽ PCC. വളരെ ബെസ്റ്റായിട്ടൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടാണ് പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താണ് ഈ പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്? ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ഓഫ് ക്രോമിയം ട്രയോക്സൈഡ് വിത്ത് pyridine and HCl. It's a complex of chromium trioxide, pyridine and HCl. ഇങ്ങനെ ക്രോമിയം ട്രയോക്സൈഡിൻ്റെയും പിരിഡീൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും ഒരു മിക്സ്ചർ ആണ്, ഒരു കോംപ്ലക്സ് ആണ് പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് അല്ലെങ്കിൽ PCC. ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ നടത്തിയിട്ട് ആൽഡിഹൈഡ്സ് ആക്കി മാറ്റുന്ന കെമിക്കൽ റിയാക്ഷനുകളിൽ ഏറ്റവും നല്ല ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടാണ് PCC പ്രവർത്തിക്കുന്നത്. PCC is considered as the best oxidizing agent for the conversion of alcohol to aldehyde. ഇവിടെ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മളൊരു ആൽക്കഹോൾ കൺസിഡർ ചെയ്തിരിക്കുന്നു അല്ലേ? CH3CH ഡബിൾ ബോണ്ട് CH CH2OH. ഇവിടെ നമുക്ക് കാണാം OH ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ആൽക്കഹോളാണ്. എന്നാൽ ഈ ആൽക്കഹോളിന് പ്രത്യേകത ഉണ്ട് അല്ലേ? ഡബിൾ ബോണ്ടഡ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഇതിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വരുന്ന ഒരു ആൽക്കഹോളാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ ഉള്ള ഒരു ആൽക്കഹോളിനെ PCC എന്ന ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. PCC എന്ന് പറയുന്ന ഓക്സിഡൈസിങ് ഏജൻറ്റ് ഡബിൾ ബോണ്ടിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല. മാത്രവുമല്ല OH ഗ്രൂപ്പിനെ ഓക്സിഡേഷൻ സംഭവിച്ച് CHO ആക്കി മാറ്റുന്നതിന് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് ഉപയോഗിക്കുക വഴി ഡബിൾ ബോണ്ട് അൺഎഫക്റ്റഡ് ആയിട്ടിരിക്കുകയും OH ഗ്രൂപ്പിന് മാത്രം ഓക്സിഡേഷൻ സംഭവിച്ചുകൊണ്ട് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ പലതരം ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നതിനും ഇതിനെ വീണ്ടും കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുന്നതിനും സാധ്യമാണ്. സെക്കൻഡറി ആൽക്കഹോളുകളെ ഓക്സിഡേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റിനെ പറ്റിയിട്ടും ചിന്തിക്കാം. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ ആർ ഓക്സിഡൈസ്ഡ് ടു കീറ്റോൺസ് ബൈ ക്രോമിക് അൺഹൈഡ്രൈഡ്. ക്രോമിക് അൺഹൈഡ്രൈഡ് അഥവാ അൺഹൈഡ്രസ് CrO3 എന്ന ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡറി ആൽക്കഹോൾസിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും അങ്ങനെ സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോണുകളായിട്ട് മാറുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ പ്രൈമറി ആൽക്കഹോളുകൾക്ക് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ആൽഡിഹൈഡ് ഉണ്ടാകുന്ന പോലെ സെക്കൻഡറി ആൽക്കഹോൾസിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് കീറ്റോൺസ് ആണ്. ഇനി ടേർഷ്യറി ആൽക്കഹോളിനെ പറ്റി ചിന്തിക്കുമ്പോഴോ, ടേർഷ്യറി ആൽക്കഹോൾസ് ഡു നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ റിയാക്ഷൻ. സാധാരണയായിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചർ കണ്ടീഷനിലൊക്കെ ഇവയെ ഓക്സിഡേഷന് വിധേയമാക്കാൻ നമുക്ക് ശ്രമിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. കാരണം ടേർഷ്യറി ആൽക്കഹോൾ ഡു നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ റിയാക്ഷൻ. എന്നാൽ ഏതെങ്കിലും എല്ലാം സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള KMnO4ൻ്റെ പ്രസൻസിലോ അല്ലെങ്കിൽ വെരി ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എലിവേറ്റഡ് ടെമ്പറേച്ചറിലോ ടേർഷ്യറി ആൽക്കഹോൾസിന് ഓക്സിഡേഷൻ നടത്തി നമുക്ക് അവയെ ഒരു മിക്സ്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ്സ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പ്രൊഡക്റ്റ് പെർട്ടിക്കുലറായിട്ട് ഫോം ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ടേർഷ്യറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും എ മിക്സ്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാർബോക്സിലിക് ആസിഡിന് ഒരു പ്രത്യേകതയുണ്ട്. ദിസ് കാർബോക്സിലിക് ആസിഡ് കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഈസ് ഫോംഡ്. അതായത് റിയാക്ടന്റിനെ അപേക്ഷിച്ച് കുറവ് കാർബൺ ആറ്റംസ് ഉള്ള ഒന്നിൽ കൂടുതൽ കാർബോക്സിലിക് ആസിഡ് ജോയിൻ ചെയ്യുകയും അവയുടെ ഒരു മിക്സ്ചർ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സെക്കൻഡറി ആൽക്കഹോൾസിൻ്റെയും ടേർഷ്യറി ആൽക്കഹോളിൻ്റെയും നമുക്ക് ഓക്സിഡേഷൻ നടത്താനായിട്ട് സാധിക്കുക. ആൽക്കഹോൾസിൻ്റെ കോപ്പർ വേപ്പറിൻ്റെ പ്രസൻസിൽ പാസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇതും ഒരു കൈൻഡ് ഓഫ് ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വെൻ ദ വേപ്പേഴ്സ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ഓർ ടേർഷ്യറി ആൽക്കഹോൾ വിച്ച് ഈസ് പാസ്ഡ് ഓവർ ഹീറ്റഡ് കോപ്പർ. എന്താണ് ഇവിടെ ആൽക്കഹോൾസിന് സംഭവിക്കുന്നത്? അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഓരോന്നിൻ്റെയും കെമിക്കൽ ഇക്വേഷൻസ് തന്നെ കൺസിഡർ ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രൈമറി ആൽക്കഹോളാണ്. പ്രൈമറി ആൽക്കഹോളിനെ കോപ്പറിൻ്റെ മുകളിൽ കൂടെ, ഹീറ്റഡ് കോപ്പറിൻ്റെ മുകളിലൂടെ ഏകദേശം 573 കെൽവിൻ ടെമ്പറേച്ചറിൽ
പാസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കൂ. ഇവിടെ ആൽക്കഹോളിൽ നിന്നും ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ആൽക്കഹോളുകൾ ആൽഡിഹൈഡായിട്ട് മാറുന്നത് കാണാം. പ്രൈമറി ആൽക്കഹോളുകളാണ് ഇത്തരത്തിൽ ആൽഡിഹൈഡായിട്ട് മാറുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഈ CH ബോണ്ടും OHലെ ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്തു പോകുന്നു അല്ലേ. അതിനുശേഷം ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ്? ആൽഡിഹൈഡാണ്. അതുകൊണ്ട് തന്നെ primary alcohol vapors passed over copper at 573 Kelvin results the formation of aldehyde. This reaction is considered as dehydrogenation. Secondary alcohols in the vapors ആണ് കോപ്പറിന് മുകളിലൂടെ പാസ് ചെയ്യുന്നതെങ്കിലോ സെക്കൻഡറി ആൽക്കഹോളുകൾ ഏകദേശം 573 കെൽവിൻ ടെമ്പറേച്ചറിൽ ചൂടാക്കിയിട്ടുള്ള കോപ്പറിന് മുകളിലൂടെ ഈ വേപ്പേഴ്സ് കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? ഇവിടെയും ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. അതായത് 1 മോളിക്യൂൾ ഓഫ് H2 എലിമിനേറ്റ് ചെയ്യപ്പെടുകയും സെക്കൻഡറി ആൽക്കഹോൾസ് കീറ്റോൺ ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം COHലെ OH ബോണ്ട് ക്ലീവ് ചെയ്യപ്പെടുന്നു, ഈ CHും ബോണ്ടും ക്ലീവ് ചെയ്യപ്പെടുന്നു. അങ്ങനെ H2 മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുകയും സെക്കൻഡറി ആൽക്കഹോളുകൾ കീറ്റോൺ ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇതും നമുക്ക് ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷനായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ടേർഷ്യറി ആൽക്കഹോൾ വേപ്പേഴ്സിനെ ഇത്തരത്തിൽ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കിയിട്ടുള്ള കോപ്പറിന് മുകളിലൂടെ പാസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ. ഇവിടെ ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസിനെ നമുക്ക് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കാം. ഇവിടെ ശ്രദ്ധിച്ചാൽ COHലെ ഈ OHും തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഹൈഡ്രജനും കൂടെ വാട്ടർ മോളിക്യൂളായിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ നമുക്ക് ഒരു ആൽക്കീൻ കിട്ടുകയും ചെയ്യുന്നു അല്ലേ. ആൽക്കഹോളിൽ നിന്നും ആൽക്കീൻ ആണ് ലഭിക്കുന്നത്. ഇവിടെ ആൽക്കീൻ ഫോം ചെയ്യുന്നത് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ വഴിയാണ്. അപ്പോൾ പ്രൈമറി ആൽക്കഹോളുകൾ ആൽഡിഹൈഡും സെക്കൻഡറി ആൽക്കഹോളുകൾ കീറ്റോണുകളും ഉണ്ടാക്കുമ്പോൾ ടേർഷ്യറി ആൽക്കഹോൾസ് ഉണ്ടാക്കുന്നത് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ വഴി ആൽക്കീനുകളാണ്.